ഇനി നമ്മൾ പറയുന്നത് മലപ്പുറമാണ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ അടുത്തും വലിയ ചർച്ചയായതാണ്. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്തുണയും ജില്ലാ വിഭജനത്തിനുണ്ട്. ഏറ്റവും ഒടുവിൽ തിരൂർ സബ് കളക്ടർ തന്നെ ഭരണപരമായ സൗകര്യത്തിന് ജില്ലാ വിഭജനം നടത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കുന്നതും നമ്മൾ കണ്ടു. കെ സജീഷാണ് ചേരുന്നത്. സജീഷ്, അന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാതാണ് സബ് കളക്ടറുടെ ഒരു പോസ്റ്റ് തന്നെ. കാരണം ഈ ജനങ്ങളോടൊപ്പം തന്നെ ഈ ഭരണനിർവഹണം നടത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും അറിയാം ഇതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെയും ഇതോട് അനുകൂലമായൊരു നിലപാടാണ് ഉള്ളത്, അല്ലേ സജീഷ്? തീർച്ചയായിട്ടും മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യത്തിന് വളരെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാരണം ഏതാണ്ട് ഒരു 10-20 വർഷങ്ങളുടെ പഴക്കം ഈ ജില്ല വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കണം, 2 ജില്ലകളാക്കി മാറ്റണമെന്ന ആവശ്യത്തിന് അത്രയധികം ചരിത്രപരമായ കണക്കുമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50 ലക്ഷത്തിനടുത്ത് ജനസംഖ്യ ഉള്ളതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ്. ഭരണപരമായ അസൗകര്യങ്ങൾ ഒട്ടേറെയുണ്ട്. ഇത്രയും വലിയ ജനപ്പെരുപ്പമുള്ള ഒരു ജില്ല, ഒരു പ്രദേശത്ത് ഒരു ജില്ല മാത്രം പോരാ. അത് തിരൂർ കേന്ദ്രീകരിച്ച്, തിരൂർ, പരപ്പനങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, പൊന്നാനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ആവശ്യം. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ തിരൂർ സബ് കളക്ടറായിരുന്ന ദിലീപ് കൈനിക്കുളങ്ങര തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മലപ്പുറം ജില്ലാ വിഭജനം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഭരണപരമായ സൗകര്യത്തിന് ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതൊക്കെ ഇത് അത്യന്താപേക്ഷിതമാണെന്നാണ് തിരൂർ സബ് കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തത്. മാത്രമല്ല UDFന്റെ ഒരു പ്രത്യേക പ്രതിനിധി സംഘം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരത്തെ കണ്ടിരുന്നു. UDF അധികാരത്തിലേക്ക് റവന്യൂ മന്ത്രി മലപ്പുറം ജില്ലക്കാരനായിരിക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ UDF പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ജില്ലാ പുനർവിഭജനം നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കുക മലപ്പുറം ആയിരിക്കുക എന്ന രീതിയിലേക്കുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ശരി, അതാണ് സംസ്ഥാനത്ത് സജീഷ് പറഞ്ഞ പോലെ തന്നെ ജനസംഖ്യയിൽ ഒന്നാമതുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഇത് വിഭജിക്കണമെന്ന ആവശ്യം വർഷങ്ങളോളം പഴക്കമുള്ളത് തന്നെയാണ്. 47 ലക്ഷത്തോളം ജനസംഖ്യയുണ്ട് മലപ്പുറം ജില്ല. അത് വിസ്തൃതിയിൽ തന്നെ 3ാമതാണ് മലപ്പുറം ജില്ല. ജനസംഖ്യാനുപാതികമായ സർക്കാർ സേവനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പരാതിയുണ്ട്. ഇതിന് പരിഹാരമായി മലപ്പുറം വിഭജിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തിരൂര്, താനൂര്, പൊന്നാനി, അതായത് പ്രത്യേകിച്ച് ഈ കടലോര മേഖലയാണ്, തീരമേഖലയാണ്. ഒപ്പം തിരൂരങ്ങാടിയും കുറ്റിപ്പുറവും കോട്ടയ്ക്കലും എടപ്പാളും ഒക്കെ ചേർന്നുകൊണ്ട് തിരൂർ ആസ്ഥാനമായിക്കൊണ്ടൊരു പുതിയ ജില്ല, അതായത് മലപ്പുറത്ത് ഈ ഏറനാട്, നിലമ്പൂർ, പെരിന്തൽമണ്ണ ആ മേഖലയൊക്കെ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയും ഒപ്പം ഈ ഭാഗത്ത് തിരൂരങ്ങാടി, താനൂർ, തിരൂർ, പൊന്നാനി ഈ തീരമേഖലയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ 3 ജില്ലകൾ പുതിയതായി ഉണ്ടാകും. മൂവാറ്റുപുഴയുണ്ടാകും, ഒപ്പം നെയ്യാറ്റിൻകരയുണ്ടാകും, തിരൂർ, അങ്ങനെ 3 ജില്ലകൾ കൂടി വരുമ്പോൾ 17 ജില്ലകളായി മാറും. യഥാർത്ഥത്തിൽ ജനസംഖ്യാനുപാതികമായി തന്നെ ആളുകൾക്ക് എല്ലാ സേവനങ്ങളും എത്തണം എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്നത്. കാരണം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരുന്നു. സേവനങ്ങളൊക്കെ പലർക്കും എത്തുന്നില്ല പിന്നോക്ക മേഖലയിലൊക്കെ എന്നുള്ള ആവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് സേവനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കുക എന്നത് കൂടിയാണ് ജില്ലാ വിഭജനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ്. അപ്പോൾ 3 ജില്ലകൾ കൂടി ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്.